സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ തൃശ്ശൂരിലെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരള മാച്ച് നമ്പർ 28 ഇന്ന് തൃശ്ശൂർ മാജിക് FC കണ്ണൂർ വാറിയേഴ്സ് FCയെ നേരിടുകയാണ്. കണ്ണൂർ വാറിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ മത്സരമാണ് ഇന്ന് തൃശ്ശൂരിലെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നത്. മത്സരം ആരംഭിച്ചിരിക്കുന്നത് TV സ്ക്രീനിൻ്റെ ഇടത്തു നിന്നും വലത്തേക്ക് ഫ്രം ദ ലെഫ്റ്റ് റൈറ്റ് ലൈറ്റ് പർപ്പിൾ ജേഴ്സിയിലാണ് ആതിഥേയ ടീം തൃശ്ശൂർ മാജിക് എങ്കിൽ നിങ്ങളുടെ TV സ്ക്രീനിൻ്റെ വലത്തു നിന്നും ഇടത്തേക്ക് ഫ്രം ദ റൈറ്റ് ടു ലെഫ്റ്റ് ഓൾ റെഡ് ജേഴ്സിയിലാണ് എവേ ടീം കണ്ണൂർ വാറിയേഴ്സ്. ഈ ക്രോസ് അധികം ഉയർന്നു പോയാൽ ക്രോസിന് അധികം എലവേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ശരിക്കൊരു അത്രയും ഇത് നല്ല ക്രോസാണ് മനോജിന്റെ. ആ ക്രോസിന്റെ ക്വാളിറ്റി നോക്കൂ. ഇതാണ് അധികം അത് മനോജ് കൊടുത്ത ക്രോസാണ്. അത് മനോജിന്റെ ക്രോസാണ് ലെഫ്റ്റ് നിന്ന്. കറക്റ്റ് ട്രൈ ആണ് അവിടെ അസിയർ ഗോമസ് നടത്തുന്നത്. ജസ്റ്റ് ക്രോസ് ബാറിന്റെ തൊട്ട് മേലെ കൂടെയാണ് പോകുന്നത്. ലെഫ്റ്റിൽ മനോജ് ഒരു ബ്യൂട്ടിഫുൾ റൺ ആൻഡ് സ്പേസ് കാണിച്ചു കൊടുത്തിരുന്നു. അതെടുത്താൽ മതിയായിരുന്നു. നല്ലൊരു സ്പ്ലിറ്റ് പാസ് ആണ് ഇൻസൈഡ് ദ ബോക്സ്. കണ്ണൂർ ടീം ഒന്നടങ്കം കളിക്കളത്തിലുള്ളവർ മാത്രമല്ല പുറത്തുള്ളവരും ടെക്കൗട്ടിലുള്ള എല്ലാവരും അത് പെനാൽറ്റിക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു അപ്പീൽ അവിടെ കാണാം. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു പോകുന്നു. വീണ്ടും സിനാൻ തന്റെ ലീഗിലെ 4ാമത്തെ ഗോൾ അടിക്കാനുള്ള ഒരു അവസരമായിരുന്നു. അവസരങ്ങൾ വളരെ രണ്ട് നല്ല ആ ടേണിന് കൊടുക്കണം കയ്യടി. ഒരു ഗോൾഡൻ ടേൺ, രണ്ട് മികച്ച ഡ്രിബിൾ. ഒടുവിൽ ഗോൾ കീപ്പർ മാത്രം മുന്നിൽ. പക്ഷേ പരിചയസമ്പന്നനായ ലക്ഷ്മികാന്ത് കട്ടിമണിയെ മറികടക്കാൻ കഴിയുന്നില്ല. അടിപോര. കണ്ണൂർ വാരിയേഴ്സ് ടേഫുമായിട്ട് ഇപ്പോഴും അഡ്ജസ്റ്റ് ആയി വരുന്നത് മാത്രമേ ഉള്ളൂ. ആദ്യ യെല്ലോ കാർഡ് വികാസ് സൈനി. കണ്ണൂർ വാരിയേഴ്സിന്റെ ഹരിയാനക്കാരൻ സെന്റർ ബാക്ക് വികാസ് സൈനിയാണ്. ജേഴ്സി നമ്പർ 46 വികാസ് സൈനി ഈ മത്സരത്തിലെ ആദ്യ യെല്ലോ കാർഡ് കാണുന്നു. ആരാണോ കണ്ണൂരിന് വേണ്ടി ഈ മത്സരത്തിൽ ഒരു ഗോൾ അടിക്കാൻ കണ്ണൂർ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം തന്നെ കണ്ണൂരിന് മുന്നിൽ എത്തിക്കുകയാണ്. നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ നിർണായകമായ മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ 42ാം മിനിറ്റിൽ അസിയർ ഗോമസിലൂടെ കണ്ണൂർ ലീഡ് ചെയ്യുകയാണ്. സിനാൻ ബോക്സിനകത്ത് നല്ലൊരു ട്രൈ ആണ്. വീണ്ടും നല്ലൊരു ആംഗിളിൽ നിന്നാണ്. ബുദ്ധിമുട്ടുള്ള ആംഗിൾ തന്നെയാണ്. പക്ഷേ സിനാന്റെ ആ ട്രൈ വാസ് ബ്രില്യൻ. ബോൾ പക്ഷേ കീപ്പ് ചെയ്യാൻ എന്താ പറയുക താത്തി വെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഗുഡ് ഷോട്ട് മുഹമ്മദ് സിനാൻ. ആ ഷോട്ട് കണ്ടുകൊണ്ട് ഇടവേള വിസിൽ മുഴങ്ങുകയാണ്. തൃശ്ശൂരിലെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിന്റെ മാച്ച് നമ്പർ 28 ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഹാഫ് ടൈം ഹിയർ ഇൻ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം. ഇറ്റ് ഈസ് ഹോം ടീം തൃശ്ശൂർ മാജിക് FC 0 ആൻഡ് കണ്ണൂർ വാരിയേഴ്സ് FC 1. കാത്തിരിക്കാം ഈ മത്സരത്തിന്റെ 2ാം പകുതിക്ക് വേണ്ടി. കണ്ണൂർ വാരിയേഴ്സ് ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. അസിയർ ഗോമസ് നേടിയ ഗോളിനാണ് കണ്ണൂർ 1-0 ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തൃശ്ശൂർ മാജിക്കിനെതിരായ ഈ നിർണായക അവസാന ലീഗ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ലീഡ് ചെയ്യുന്നു. ബ്രില്യന്റ് ഏരിയൽ പ്ലേ. ആ ക്രോസ് വരുന്നു. സിനാൻ അത് കൃത്യമായി ഹെഡർ പാസ് വെച്ചു കൊടുക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഷിജിൻ. കഴിഞ്ഞ 2 ബോൾ കിക്ക് ചെയ്തത് വളരെ ഉയരത്തിലാണ്. ആ 2 ബോളും കൃത്യമായിട്ട് കണ്ണൂരിന് തന്നെ ലഭിക്കുന്നുണ്ട്. ആംഗിൾ അത് ഓൾമോസ്റ്റ് 0 ആംഗിൾ ആണത്. അവിടെ എത്തി. അവിടെ ഒരു 0 ആംഗിൾ അടിയാണ് സിനാൻ ട്രൈ ചെയ്യുന്നത്. നല്ല ഡ്രിബിള്, നല്ല വലിച്ചെടുത്ത് സുഖമായിട്ട് അവസാനം ഫൈനൽ ഷോട്ടിൽ ഒരു ബ്ലോക്ക് കുടുങ്ങി പോയി എന്ന് മാത്രം. ഇറ്റ് വാസ് കീൻ ലൂയിസ് ഇൻസൈഡ് ദ ബോക്സ് ഫോർ കണ്ണൂർ. സാധ്യമായിട്ട് കമ്പൈൻ ചെയ്ത് കീൻ ലൂയിസും മികച്ച ഒരു പ്രകടനം പുറത്തേക്ക് എടുത്ത് ഗോൾ കീപ്പറെ
ഐ മീൻ ഡിഫൻഡറെ ഡ്രിബിൾ ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു ഷോട്ട് എടുക്കാൻ ശ്രമിക്കുന്നു. അല്പം അപ്പോഴും അതിമോഹമായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ആ ബോൾ ആസിഫിന് നൽകാമായിരുന്നു. പക്ഷേ എങ്കിലും ഈ ചെയ്തതെല്ലാം മികച്ചത് തന്നെയായിരുന്നു. ലവ് സാമ്പ നല്ല കോമ്പിനേഷൻ. ഓൾറെഡി +1 ഗോൾ ഡിഫറൻസ് ആണ് തിരുവനന്തപുരം കൊമ്പൻസിനും അതേപോലെ മലപ്പുറം FC-ക്കും. സോ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഈവൻ ദോ കണ്ണൂർ ഈ കളി ജയിച്ച് സെമി ഫൈനൽ പ്രവേശനം മറ്റ് ടീം ഈ 3 ടീമുകളുടെയും തൃശ്ശൂരിന്റെ അലൻ ജോൺ ആണ് ഇപ്പോൾ യെല്ലോ കാർഡ് കാണുന്നത്. ജേഴ്സി നമ്പർ 20 അർജുൻ ആ പന്ത് ഇടത്ത് ഭാഗത്തേക്ക് തെറ്റുക്കി. ലൂയിസ് രണ്ടുപേരുടെ സീൽ ചെയ്യുന്നു കണ്ണൂർ ഈ മത്സരം. പകരക്കാരനായി വന്ന എബിൻ ദാസ് കണ്ണൂരിന്റെ 2ാം ഗോൾ നേടുമ്പോൾ കണ്ണൂർ നിർണായകമായ തൃശ്ശൂർ മാജിക്കിനെതിരായ എവേ ഗെയിമിൽ കണ്ണൂരിന്റെ 2ാം ഗോൾ വരികയാണ്. സൂപ്പർ സബായി വന്ന് ആ മത്സരത്തിലെ 2ാം ഗോൾ നേടുന്നു. -2ലേക്ക് എത്തിയിരിക്കുന്നു ഗോൾ ഡിഫറൻസ് കണ്ണൂരിന്റെ. -2-ൽ 2 ഗോൾ വിജയം മീൻസ് കണ്ണൂരിന്റെ ഓവറോൾ ഗോൾ ഡിഫറൻസ് ഇപ്പോൾ -2. സോ ഫുൾ ടൈം ഹിയർ ഇൻ ദ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം. ഇറ്റ് ഈസ് തൃശ്ശൂർ മാജിക് FC nil at Kannur Warriors 2.